തോട്ടം തൊഴിലാളികളുടെ മിനിമം വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി ഇന്ന് വീണ്ടും ചേരും. ക്യാബിനറ്റ് സബ് കമ്മിറ്റി ചേർന്ന ശേഷമാകും പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി ചേരുക. തോട്ടം ഉടമകളും ട്രേഡ് യൂണിയനുകളും കഴിഞ്ഞ PLCയിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇന്ന് ക്യാബിനറ്റ് സബ് കമ്മിറ്റി ചർച്ച ചെയ്യും. 3 മണിക്ക് ചേരുന്ന ക്യാബിനറ്റ് സബ് കമ്മിറ്റിയിൽ തൊഴിൽ വകുപ്പിലെ ഉന്നതോദ്യോഗസ്ഥർ മിനിമം വേതനവുമായി ബന്ധപ്പെട്ട പ്രശ്നം വിശദമായി അവതരിപ്പിക്കും. തോട്ടം തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ച സാഹചര്യത്തിൽ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് ഇരുവിഭാഗങ്ങളെയും പ്രേരിപ്പിക്കുകയാവും സർക്കാർ ശ്രമം. 350 രൂപ മിനിമം വേതനമെന്ന നിർദ്ദേശം തോട്ടമുടമകൾ മുന്നോട്ട് വയ്ക്കും. തോട്ടം തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ പങ്കാളിത്തം ഉണ്ടാവണമെന്നും ഭൂനികുതിയിൽ ഇളവ് അനുവദിക്കണമെന്നും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ഉടമകൾ മുന്നോട്ട് വെച്ചത്. കൈവശ ഭൂമിയിലെ മരം മുറിക്കുന്നതിന് നിയമത്തിൽ ഭേദഗതി വേണമെന്നാണ് ഉടമകളുടെ ആവശ്യം. നികുതി ഇളവ് ഉൾപ്പെടെ തോട്ടമുടമകൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സബ് കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്യും. കൊളുന്തിന് ആനുപാതികമായ വേതനം അംഗീകരിക്കില്ലെന്ന് ട്രേഡ് യൂണിയനുകൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ചേരുന്ന യോഗത്തിൽ പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. മിനിമം വേതനത്തിന്റെ കാര്യത്തിൽ 10ാം തവണ ചേരുന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയിൽ തീരുമാനമാകുമെന്നാണ് ഇരു വിഭാഗങ്ങളുടെയും ശുഭപ്രതീക്ഷ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.